ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ ആയി. അപ്പോ ഇത്തവണ കേരളത്തിൽ ആര് ജയിക്കാനാണ് കൂടുതൽ ഒരു ചാൻസ് കാണുന്നത്? കൂടുതൽ ചാൻസ് LDF-നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അസംബ്ലി സീറ്റിന്റെ എണ്ണത്തിൽ LDF 3-2 ഭൂരിപക്ഷം ഉണ്ട്. പിന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രീതിയല്ല ഇപ്പോൾ. അന്ന് ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ കാറ്റ് 20 മണ്ഡലങ്ങളിലും വീശി. എന്തായാലും ഇപ്രാവശ്യം ആ സ്ഥാനാർത്ഥി കാണുമായിരിക്കാം. കാണുമെങ്കിലും ഇല്ലെങ്കിലും ആ വീശിന് ആ മണ്ഡലത്തിൽ നിൽക്കുന്നതല്ലാതെ മറ്റ് 19 മണ്ഡലത്തിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്ന് വേണം പറയാൻ. UDF പൊതുവേ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കളുടെ മക്കളായ 2 പേരാണ് ആന്റണിയും കരുണാകരന്റെയും മകനുമാണ് പോയത്. അപ്പൊ ഇങ്ങനെ അതിന്റെ ഏറ്റവും വലിയ ആൾക്കാരെ മക്കൾ തന്നെ പോകുമ്പോ പിന്നെ ആ പ്രസ്ഥാനം എവിടെ നിലനിൽക്കാൻ? അതാണ് പ്രധാന ഒരു കാരണം. നാളെ ഇനി ആര് പോകില്ലെന്ന് പറയാൻ പറ്റും. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP അങ്ങനെയാണ്. ആൾ ഇന്ത്യ ബേസിൽ അങ്ങനെയാണ്. കേരളത്തിൽ അങ്ങനെ അല്ലാന്ന് ചോദിച്ചു. ഇപ്പൊ കേരളത്തിലും അങ്ങനെയാണെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മനസ്സിലായി. കാരണം ഏറ്റവും ഉന്നതമായ 2 പേരെ മക്കളാണ് പോയിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാരും പോയിട്ടുണ്ട്. പലരും പോകാൻ നിൽക്കുന്നുണ്ട്. അധികാരം ഇല്ലെങ്കിൽ കോൺഗ്രസ് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. സ്വതന്ത്രമായ സമയം പോലെ കോൺഗ്രസിന് അധികാരം ഉള്ളതുകൊണ്ടാണ് ഇത്രയും പിടിക്കുന്നത്. അധികാരമില്ലെങ്കിൽ കോൺഗ്രസിൽ ആരും നിൽക്കില്ല. അതിന് തെളിവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അധികാരം വരുന്നു, അവരോട് എല്ലാവരും പോകുന്നു. നാളെ വേറെ അധികാരം വന്ന് അവരോട് എല്ലാവരും പോകും. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ഒരു വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ലേ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റും. കേന്ദ്ര പ്രതിപക്ഷമായ BJPക്കും സംസ്ഥാന പ്രതിപക്ഷ UDF-നും അവരങ്ങനെ പറയൂല. എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ല എന്നേ പറയുള്ളൂ. ഇപ്പൊ അവർ പറയുന്നു ഭയങ്കര ദൂർത്താണ്. എന്തിനാണ് ദൂർത്ത്? 1.25 കോടി ഒരു ബസ് ഉപയോഗിച്ചു, അതാണ് ഭയങ്കര ദൂർത്താണ്. ഇത്രയും മന്ത്രിമാര് കാറിൽ പോയെങ്കിൽ എത്ര പെട്രോളാവും? എത്ര ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണം? അതിനേക്കാൾ എത്രയോ ലാഭമല്ലേ? അവരാണ് പ്രധാന ദൂർത്തെന്ന് പറയുന്നത്. സർക്കാർ ഇനി എന്ത് ചെയ്യണം? ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അത് BJP ഗവൺമെന്റ് ഉണ്ടാക്കി വയ്ക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും ഇവിടുത്തെ പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. സർക്കാർ മോശമെന്ന് പ്രതിപക്ഷത്തിന് പറഞ്ഞല്ലേ പറ്റൂ. വേറെ എന്തെങ്കിലും പറയണ്ടേ? ഇപ്പം മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു, മുഖ്യമന്ത്രി മോളെ കുറിച്ച് പറയുന്നു, ഇരിയിലെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ എന്തായി? ഒന്നും ആയില്ലല്ലോ. ഇതൊക്കെ ആരോപണങ്ങൾ മാത്രം. അവർക്ക് എങ്ങനെയും ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കേണ്ട എല്ലാം കൊടുക്കുന്നു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടിച്ച് ഇവിടെ വികസനമില്ല എന്ന് ജനങ്ങളെ അറിയിപ്പിക്കുക, വികസനം മുരടിപ്പിച്ച് അതിൽ നിന്ന് വോട്ട് സമ്പാദിക്കാൻ BJPക്ക് കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. അതിലൊന്നും ഒരു സാധ്യതയുമില്ല. കേരളം അതിനെയൊക്കെ അതിജീവിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സാധ്യം. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ആദ്യം അവർ പറഞ്ഞത് എല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്, എല്ലാം കേന്ദ്രത്തിന്റെ പൈസയിൽ നിന്നാണ്. ഇപ്പോ ക്ഷേമപ്പെടാൻ കിട്ടാത്തവർ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഉണ്ടായില്ല. നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ അവർക്കൊന്നും ഉണ്ടായില്ല. അതാണ് രീതി. സംസ്ഥാനം എന്ത് ചെയ്താലും എല്ലാം കേന്ദ്രമാണ് ചെയ്യുന്നത് എന്നാണ് BJP പ്രവർത്തകർ മറ്റുള്ളവർ പറയുന്ന രീതി. അതല്ല സത്യം എന്നുള്ളത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ വലിയൊരു വിഭാഗങ്ങൾക്ക് മനസ്സിലായി. കാരണം ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണമെങ്കിൽ കിട്ടണ്ടേ? കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ എന്താ 1 മാസം കൊടുത്തു, അടുത്ത മാസം 2 കൂടെ കൊടുക്കുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് ഈ സംസ്ഥാനത്തിന്റെ വികസനം, ജനങ്ങൾ കൊടുക്കുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാതെ ജനങ്ങളെ വേദനിപ്പിച്ച് ആ വോട്ട് എങ്ങനെ BJPക്ക് വാങ്ങാം എന്നാണ് അവിടെ ശ്രമം. അത് നടക്കാൻ പോകുന്നില്ല. ഇത്തവണ 2004 ആവർത്തിക്കും എന്നുള്ളൊരു പൊതു അഭിപ്രായം ഉയരുന്നുണ്ട്. അതിനോട് ചേട്ടൻ എങ്ങനെ? 2004 കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടിയില്ല. ആപ്പാടെ കിട്ടിയ ലീഗിനൊരു സീറ്റാണ് കിട്ടിയത്. 18 സീറ്റ് LDF-ന് കിട്ടി. അതുപോലെ ആവർത്തിച്ചു കൂടാന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കാം, ചിലപ്പോൾ 20 സീറ്റും കിട്ടിയെന്നിരിക്കും ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കിയാൽ. അപ്പോൾ ചിലർ കഴിഞ്ഞ പ്രാവശ്യത്തെ രീതി പറയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുള്ള പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ മത്സരിച്ചുള്ള ഒരു കാറ്റ് ഇപ്രാവശ്യം എന്തായാലും ഇത് കാണില്ല. ചിലപ്പോൾ 2004 തന്നെ ആവർത്തിച്ചിരിക്കും. 20 സീറ്റും കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ. പിന്നെ അത് എന്തുകൊണ്ടാണ് 20 സീറ്റും കിട്ടുമെന്ന് പറയാൻ കഴിയും. കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് എങ്ങനെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും? നാളെ അവർ BJPയിൽ പോയാലോ? ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ
സപ്പോർട്ട് കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്. അവർക്കെല്ലാം അറിയാം, ജനങ്ങൾക്കും അറിയാം. അപ്പൊ അതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നാൽ 20 സീറ്റും കിട്ടും. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് CPM ആണ്. അത് ഓൾ ഇന്ത്യ ബേസിൽ നോക്കിയാലും കേരള ബേസിൽ നോക്കിയാലും. അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അവർക്കൊരു സംരക്ഷണം വേണമെങ്കിൽ CPM അധികാരത്തിൽ വരണം. പിന്നെ സർവ്വമതങ്ങൾക്കും സ്വാഗതം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഇത് എന്നുള്ളത് കൊണ്ട് എല്ലാ മതക്കാരും ഈ ഗവൺമെന്റ് കേരളി പ്രത്യേകിച്ച് കേരളീയർ ഈ ഗവൺമെന്റിനെ അനുകൂലിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ അനുകൂലിക്കുന്നത് നമുക്ക് എല്ലാ മതങ്ങളും വേണം, എല്ലാ മനുഷ്യരും വേണം, എല്ലാവരും വേണം. അല്ല വേറെ ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ഗവൺമെന്റിന് അനുയോജ്യമായ രീതിയിൽ വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യും, അതുപോലെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.